ഗൗതം അദാനിയെ രക്ഷിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതികൾ ഒരുക്കുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട്. അദാനിയുടെ നിയന്ത്രണങ്ങളിലുള്ള കമ്പനികളിൽ LICയെ കൊണ്ട് നിക്ഷേപം നടത്താനാണ് പദ്ധതി. ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രുതി ചേരുകയാണ്. ശ്രുതി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, എല്ലാ കാലത്തും മോദി സർക്കാർ ചെയ്യുന്ന അതേ കൂട്ടുകെട്ട്, അതായത് മോദിയുടെ ഉറ്റ സുഹൃത്തായ അദാനിയുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനത്തെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. ഏകദേശം 3.5 ലക്ഷം കോടി രൂപയാണ് ഈ LIC മാത്രമായി അദാനിയുടെ 2 സ്ഥാപനങ്ങളിലേക്ക് നിക്ഷേപിക്കാൻ പോകുന്നത്. അതായത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കേരളം തന്നെ വയനാട് ചുരൽമല മുണ്ടക്കൈ ദുരിതബാധിതരുടെ കടം എഴുതി തള്ളണമെന്നുള്ള ആവശ്യം നിരന്തരം ഉന്നയിക്കുകയും കോടതി ഇടപെട്ട് ആ കടം എഴുതി തള്ളണമെന്ന് നേരിട്ട് ഉത്തരവിറക്കിയപ്പോഴും ഈ കേന്ദ്ര സർക്കാർ എടുത്തൊരു നിലപാട് എന്ന് പറയുന്നത് ഈ വ്യവസ്ഥകളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേന്ദ്ര സർക്കാർ ഈ കടം എഴുതി തള്ളാതിരുന്നത്. അതായത് സാധാരണക്കാരുടെ, ഏറ്റവും ദുരന്തം അനുഭവിച്ച ആളുകളുടെ കടം എഴുതി തള്ളാൻ തയ്യാറാകാതിരുന്നത്. ഈ അദാനിക്ക് നൽകുന്നതാകട്ടെ അദാനിയുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ഈ 2023 ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ക്രമക്കേട് നടത്തിയതിനെ തുടർന്ന് അദാനിയുടെ കമ്പനികളിലെ ഷെയറുകൾ ഇടിയുകയും മാത്രമല്ല ഈ ആഗോള റേറ്റിംഗിൽ തന്നെ അദാനി ഗ്രൂപ്പ് വളരെ പിന്നോട്ട് പോവുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് അദാനിക്ക് US-ഉം യൂറോപ്യൻ ബാങ്കുകളും അവർക്ക് പണം നൽകാൻ അല്ലെങ്കിൽ വായ്പ നൽകാൻ, അദാനി ഗ്രൂപ്പിന് വായ്പ നൽകാൻ വിമുഖത കാണിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അദാനിയെ സംരക്ഷിക്കാൻ നേരിട്ട് തന്നെ മോദി സർക്കാർ ഒരു ആക്ഷൻ എടുക്കുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. അദാനിക്കായി നരേന്ദ്രമോദിയുടെ വഴിവിട്ട നീക്കങ്ങൾ. ശ്രുതിയാണ് വിശദ വിവരങ്ങൾ നൽകിയത്.